അമേരിക്ക ഇറാനെ വളഞ്ഞിരിക്കുകയാണ്. ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭീതി ഇപ്പോൾ കൂടുതൽ ശക്തമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു യുദ്ധ കാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ കപ്പൽ ഇപ്പോൾ ഡീഗോ ഗാർഷിയയിൽ ഡോക്ക് ചെയ്യുന്നുണ്ട്. ഷാഹിദ് ബഹേരി എന്ന് പറയുന്ന ഇറാന്റെ ഡ്രോൺ കപ്പൽ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിന് തൊട്ടടുത്തുണ്ട്. ഈ രണ്ട് കപ്പലുകളും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇറാനെ വളഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇനി ഒരു അടി മാത്രമേ മുന്നിൽ ലക്ഷ്യമുള്ളൂ, ഒരു യുദ്ധം മാത്രമേ മുന്നിൽ ലക്ഷ്യമുള്ളൂ. പിന്നിലേക്ക് പോകുന്ന പ്രശ്നമില്ല എന്ന് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ചർച്ച നടത്തി, രഹസ്യയോഗം നടത്തി തീരുമാനിച്ച വാർത്തകളും ഇതിനിടെ പുറത്തു വന്നിരുന്നതാണ്. ഇപ്പോൾ ഇത് അമേരിക്ക ഇറാനെ വളഞ്ഞാൻ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിനുള്ള തെളിവ് ഉപഗ്രഹ ചിത്രങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. അമേരിക്ക അതിന്റെ എല്ലാ സൈനിക താവളങ്ങളും വിമാനങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ തെളിയിച്ചു. ഒരു രാജ്യം ആരെങ്കിലും ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ US സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തി. ഖത്തറിലെ അൽ ഉദൈദ്, ജോർദാനിലെ മൗഫാഖ് സാൾട്ടി, സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എന്നിവിടങ്ങളിൽ US യുദ്ധവിമാനങ്ങൾ, ഗതാഗത വിമാനങ്ങൾ, പാട്രിയറ്റ് വിമാനങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായിട്ടുള്ള ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിലാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായിട്ടുള്ള ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാകാം, അല്ലെങ്കിൽ സ്വയം പ്രതിരോധത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാകാം ഇതെല്ലാമെന്ന് സൈനിക വിദഗ്ധർ പറയുന്നു. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ആക്രമണ സാധ്യതയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ ട്രംപും നെതന്യാഹുവും മുമ്പും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്. ഇറാനുമായി ഒരു ആണവ കരാർ വേണമെന്ന് US പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി നിർത്തലാക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇറാൻ അത് നിഷേധിച്ചു. ഒരു കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ സ്ഥിതി വളരെ മോശമാണെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത ആക്രമണം വളരെ മോശമായിരിക്കും. കഴിഞ്ഞ വർഷം അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇത്തവണയും സ്ഥിതി സമാനമാണ്. ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ മണ്ണിട്ട് മൂടുകയും തുരങ്കങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇത് ആക്രമണ സാധ്യതയാണ് കാണിക്കുന്നത്. ഇതിലൂടെ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാണെന്ന സന്ദേശം ട്രംപ് ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ ക്രമീകരണം ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ചർച്ചകളും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളും ശക്തമായി നടക്കുന്നു. ഒരു ആക്രമണം ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെടും. ട്രംപിന്റെ ഈ തയ്യാറെടുപ്പ് നയതന്ത്രം ശക്തിപ്പെടുത്തുന്നതിനുള്ള സമ്മർദ്ദമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. അതേസമയം 1979 ഇറാനിൽ നടന്ന സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു പരിപാടിയിൽ അമേരിക്കയ്ക്ക് മരണം, സ്വേച്ഛാധിപതിക്ക് മരണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രതിധ്വനിച്ചു. ആണവായുധ വിഷയത്തിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും UN പരിശോധകർ വന്ന് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അതിന് തയ്യാറാണെന്നും പ്രസിഡന്റ് പെസഷ്കിയാൻ ഊന്നി പറഞ്ഞു. നമ്മുടെ കൈവശം ആണവായുധങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്കവ വേണ്ടെന്നും വ്യക്തമാക്കാം. നമ്മുടെ പരിപാടി മുഴുവൻ ലോകത്തിനായി തുറന്നിട്ടിരിക്കുന്നുവെന്നുമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു വലിയ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.